വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ജിയോയുടെ റീചാർജിൻ്റെ മാറ്റങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതിൽ ജിയോയുടെ കീപാഡ് ഫോണിൻ്റെയും അതുപോലെ തന്നെ ഭാരത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫോണിൻ്റെയും റീചാർജിലൊന്നും കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഇതുവരെ കമ്പനി വരുത്തിയിട്ടില്ല. സ്മാർട്ട് ഫോണുകളുടെ റീചാർജുകളിലുള്ള പ്ലാനുകളിലാണ് മാറ്റം വരുത്തിയിട്ടുള്ളത്. അതിൽ 239 രൂപയുടെ മുമ്പത്തെ പ്ലാനിൽ 5G കിട്ടിയിരുന്നത് ഇപ്പോഴത് 299 രൂപ മുതൽ, അതായത് 2 GB ഓഫർ മുതലാണ് അവർക്ക് 5G പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 2 GB പ്ലാൻ ചെയ്താൽ മാത്രമേ ജിയോയിൽ ഇനി മുതൽ 5G നമുക്ക് കിട്ടുകയുള്ളൂ. പഴയതുപോലെ 239 പ്ലാനിൽ 5G ലഭിക്കുന്നതല്ല. അതുപോലെ കാര്യമായിട്ടുള്ള റീചാർജുകളിലെ മാറ്റങ്ങളെന്ന് പറയുന്നത് അത് 249 രൂപയുടെ ഒരു റീചാർജാണ്. അത് 1 GB പെർ ഡേ ഡാറ്റയാണ് വരുന്നത്. അതുപോലെ തന്നെ 299 രൂപയ്ക്ക് 1.5 GB പെർ ഡേ ആണ് വരുന്നത്. അതുപോലെ തന്നെ പുതിയ വേറൊരു മാറ്റം 349 രൂപയുടെ ഒരു റീചാർജ് ഉണ്ട്. അതിൽ 2 GB ആണ് പെർ ഡേ. 399 രൂപയുടെ പ്ലാനിൽ 2.5 GB പെർ ഡേ ആണ്. 449 രൂപയുടെ പ്ലാനിൽ 3 GB പെർ ഡേ. ഇത്തരം മാറ്റങ്ങളാണ് അവർ ഒരു മാസത്തെ പ്ലാനുകളിൽ പുതുതായിട്ട് വന്നിട്ടുള്ള റീചാർജുകൾ. ഇതിലെല്ലാം 100 SMS അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോളുകളും ഈ പറഞ്ഞ എല്ലാ പ്ലാനുകളിലുമുണ്ട്. അതിൽ 349 രൂപയുടെ പ്ലാൻ മുതലാണ് നമുക്ക് 5Gയുടെ പ്ലാനുകൾ കിട്ടുകയുള്ളൂ. അതിന് മുമ്പുള്ള 249 299 രൂപയുടെ പ്ലാനുകളിലും നമുക്ക് 5G ലഭിക്കുന്നില്ല എന്നതാണ് പ്രധാനമായിട്ട് വന്നിട്ടുള്ള മാറ്റം. അപ്പോൾ 5G ഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾ, 5G ആവശ്യമുള്ള ആളുകൾ എപ്പോഴും 2 GB പ്ലാനാണ് ചൂസ് ചെയ്യുന്നത് നല്ലത്. അല്ലാത്ത പ്ലാനുകളിലൊന്നും തന്നെ നമുക്കത് 4G മാത്രമേ ലഭിക്കുന്നുള്ളൂ. 5Gയുടെ സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇതാണ് വോഡഫോണിലായാലും ഐഡിയയിലായാലും ജിയോയിലായാലും മെയിനായിട്ട് വന്നിട്ടുള്ള ഒരു മാറ്റം. 2 GBയുടെ പ്ലാനുകളിൽ മാത്രമാണ് നമുക്ക് 5G അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി 2 മാസത്തെ പ്ലാന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജിയോയിൽ മെയിനായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങളെന്ന് പറയുന്നത് 579 രൂപയുടെ ഒരു പ്ലാനാണ് അവർ പുതിയതായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതിൽ 1.5 GB പെർ ഡേ ഡാറ്റയാണ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 629 രൂപയുടെ ഒരു പ്ലാനും കൂടി വരുന്നുണ്ട്. അതിൽ 2 GB പെർ ഡേ. അപ്പോൾ ഈ 5Gയുടെ പ്ലാനിൻ്റെ അതേ സിസ്റ്റം തന്നെയായിരിക്കും ഇവിടെയും. അപ്പോൾ 629 മാത്രമാണ് 5G ലഭിക്കുക. പ്ലാനുകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 3 മാസത്തെ, അതായത് 84 ദിവസത്തെ ജിയോയുടെ പ്ലാനുകളിൽ മെയിനായിട്ട് വന്നിട്ടുള്ള 3 പ്ലാനുകളാണ്. അതിൽ ഒന്നാമത്തത് 799 രൂപയ്ക്ക് 1.5 GB പെർ ഡേ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാനാണ്. അതിൽ 1.5 GB നെറ്റ് നമുക്ക് ഡെയിലി ലഭിക്കും. അതിൽ നമുക്ക് 5G ഉണ്ടാവില്ല. അപ്പോൾ 859 രൂപ, അതായത് 2 GB, അവിടെ നിന്നാണ് നമുക്ക് 5G കിട്ടുക. അപ്പോൾ 859 രൂപയ്ക്ക് 2 GB നെറ്റ് പെർ ഡേ. അതുപോലെ തന്നെ 1199 രൂപയ്ക്ക് 3 GB പെർ ഡേ. ഈ 2 പ്ലാനുകൾക്ക് മാത്രമാണ് 5G ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ 799ൻ്റെ 1.5 GBയുടെ പ്ലാനിൽ നമുക്ക് 5G സേവനം ലഭ്യമാവുകയില്ല. അതാണ് ഈ റീചാർജിൽ മെയിനായിട്ട് വന്നിട്ടുള്ള മാറ്റം. അതുപോലെ തന്നെ ഒരു വർഷത്തെ 365 ദിവസത്തെ പ്ലാൻ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 3599 രൂപയ്ക്കാണ് നമുക്ക് ഒരു വർഷത്തേക്കുള്ള പ്ലാൻ അവർ തരുന്നത്. 2.5 GB പെർ ഡേ ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 2.5 GB ഡേ പെർ ഡേ ആകുമ്പോൾ നമുക്കതിൽ 5G സേവനം ലഭ്യമാവും. അപ്പോൾ അതിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ട് എന്നാണ് കമ്പനി പറയുന്നത്. ഒരു 600 രൂപയോളം നമുക്കതിൽ ഒരുമിച്ച് റീചാർജ് ചെയ്യുമ്പോൾ നമുക്കതിൽ ബെനിഫിറ്റ് വരുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ഡാറ്റയുടെ കോട്ട, അതായത് 2 GB 1 GB എല്ലാം അവസാനിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് കൂടുതൽ ആളുകൾ ചെയ്യുന്നത് ആഡ് ഓൺ എന്ന് പറയുന്നുണ്ട്. ഡാറ്റ ആഡ് ഓൺ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാനുണ്ട്. ആ പ്ലാനിൽ മെയിനായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് 19 രൂപയുടെ ഒരു റീചാർജാണ് അവർ തരുന്നത്. ആ 19 രൂപയ്ക്ക് 1 GB ആണ് നമുക്ക് നെറ്റ് കിട്ടുന്നത്. 29 രൂപയുടെ ഒരു പ്ലാനാണ്. അതിൽ 2 GB ഡാറ്റയാണ് ആഡ് ഓൺ ആയിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. മൂന്നാമത് 69 രൂപയുടെ ഒരു പ്ലാനാണ്. അതിൽ നമുക്ക് 6 GBയുടെ ഡാറ്റ പ്ലാനാണ് കമ്പനി നമുക്ക് തരുന്നത്. പ്രധാനമായിട്ട് പരിശോധിക്കാനുള്ളത് എയർടെല്ലിൽ നിന്നും അതുപോലെ തന്നെ വോഡഫോണിൽ നിന്നും വിഭിന്നമായിട്ട് ജിയോക്ക് പ്രത്യേകമായിട്ടുള്ള മാറ്റങ്ങൾ, പഴയ റീചാർജിനും പുതിയ റീചാർജിനും കാര്യമായ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ളതാണ്. മെയിനായിട്ട് 600 രൂപയുടെ മാറ്റം തന്നെയാണ് 3 കമ്പനിക്കും ഇയർലി, ഒരു വർഷത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. 50 രൂപയുടെ വർധനമാണ് ഡാറ്റ റീചാർജിൽ എല്ലാ കമ്പനിയും 3 കമ്പനിയും വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുമ്പോൾ 209 രൂപയ്ക്ക് 1 GB കിട്ടിയിരുന്നത് നമുക്ക് 249 രൂപയായി വർദ്ധിച്ചപ്പോൾ 40 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ 239 രൂപയ്ക്ക് അവർ 1.5 GB തന്നിരുന്നത് 299 രൂപയായിട്ട് വർദ്ധിപ്പിച്ചതോടെ 60 രൂപയാണ് ആ റീചാർജിൽ വർധന ഉണ്ടായിട്ടുള്ളത്.
പിന്നെ 299 രൂപയ്ക്ക് നമുക്ക് 2 GB പെർ ഡേ കിട്ടിയിരുന്നത് 349 വർദ്ധിച്ചതോടെ 50 രൂപയുടെ മാറ്റം ആ റീചാർജിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ 349 രൂപയ്ക്ക് 2.5 GB കിട്ടിയിരുന്ന സ്ഥാനത്ത് നമുക്ക് 399 രൂപ റീചാർജ് ചെയ്താൽ മാത്രമേ 2.5 GB കിട്ടുകയുള്ളൂ. 50 രൂപ വർധന ഉണ്ടായിട്ടുണ്ട്. 399 രൂപയ്ക്ക് 3 GB കിട്ടിയിരുന്ന സ്ഥാനത്ത് 449 രൂപ റീചാർജ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ആനുകൂല്യം കിട്ടുകയുള്ളൂ. 50 രൂപയുടെ വർധന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2 മാസം മാറ്റം നോക്കുമ്പോൾ നമുക്ക് 479 രൂപയ്ക്ക് 1.5 GB കിട്ടുന്ന സ്ഥലത്ത് 579 രൂപയുടെ റീചാർജ് ചെയ്യേണ്ടി വരും. 100 രൂപയുടെ വർധനവ്. 533 രൂപ റീചാർജ് 2 GB ചെയ്തിരുന്ന സ്ഥലത്ത് 629 രൂപയുടെ മാറ്റമാണ് വരുത്തിയിട്ടുള്ളത്. 96 രൂപയുടെ വർധനവാണ് ഇത്തരത്തിൽ 2 മാസ പ്ലാനിൽ വരുത്തിയിട്ടുള്ളത്. 84 ദിവസത്തെ പ്ലാനിൻ്റെ മാറ്റങ്ങൾ പരിശോധിക്കുമ്പോൾ 666 രൂപയ്ക്ക് 1.5 GB കിട്ടിയിരുന്ന സ്ഥാനത്ത് 799 രൂപ റീചാർജ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. 133 രൂപ വർധന ഉണ്ടായിട്ടുണ്ട്. 719 രൂപയ്ക്ക് 2 GB കിട്ടിയിരുന്ന സ്ഥലത്ത് 859 രൂപ മുടക്കണം. 140 രൂപയുടെ വർധനവ്. 999 രൂപയ്ക്ക് 3 GB കിട്ടിയിരുന്ന സ്ഥലത്ത് 1199 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 200 രൂപയുടെ വർധനവാണ് ഈ പ്ലാനിൽ അവർ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ആനുവൽ പ്ലാനിൻ്റെ മാറ്റം വരുമ്പോൾ 365 ദിവസത്തേക്ക് നമുക്ക് 2999 രൂപയ്ക്കാണ് 2.5 GB തന്നിരുന്നത്. അതിപ്പോൾ 3599 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 600 രൂപയുടെ വർധനവാണ് ഇതിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ എല്ലാ കമ്പനികളിലും ഇത്തരത്തിൽ തന്നെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. 600 രൂപയുടെ അല്ലെങ്കിൽ മാസത്തിൽ 50 രൂപയുടെ. ഇപ്പോൾ ഡാറ്റയുടെ മാറ്റങ്ങൾ വരുമ്പോൾ 15 രൂപയുടെ പ്ലാനിൽ 1 GB കിട്ടിയിരുന്നത് 19 രൂപയായി 4 രൂപ വർദ്ധിച്ചു. 25 രൂപയുടെ 2 GB പ്ലാനിൽ അത് 29 ആയപ്പോൾ 4 രൂപ വർധന ഉണ്ടായിട്ടുണ്ട്. 61 രൂപയുടെ 6 GB പ്ലാനിൽ 69 ആയപ്പോൾ അത് നമുക്ക് 8 രൂപയുടെ വർധനവാണ് അതിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലാണ് മെയിനായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ 3 കമ്പനിയിലും നമ്മൾ പരിശോധിക്കുമ്പോൾ വർഷത്തിൽ 600 രൂപയുടെ വർധനവും അതുപോലെ തന്നെ മാസത്തിൽ ഏകദേശം 50 രൂപയുടെ വർധനവാണ് ഇത്തരത്തിൽ കമ്പനികളെല്ലാം വരുത്തിയിട്ടുള്ളത്. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെയും ബൈ.